എവ്രിവൺ, വെൽക്കം ബാക്ക്. ഈദ് മുബാറക്. അങ്ങനെ പിറ്റേ ദിവസം പെരുന്നാളാണ് പറഞ്ഞപ്പോത്തിന് ഇമ്മമ്മയും ഇമ്മച്ചും കൂടി ഫുൾ അരിയൊക്കെ പാക്ക് ചെയ്യൽ തുടങ്ങി. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നോക്കിക്കണല്ലോ. ഇനി പിന്നെ ഞങ്ങളെ വീട്ടിലെ ഒരു മീൻ അന്ന് രാത്രി മരിച്ചു പോയി. എനിക്ക് ഭയങ്കര സങ്കടം ഇനിയെ കണ്ടപ്പോൾ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് മൈലാഞ്ചി ഇടാൻ അയൽവാസി കുട്ടി വന്നുകണേനു. ഞാൻ എൻ്റെ ഉള്ള സ്കില്ല് വെച്ച് കണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ കഴിവുണ്ട് എന്ന് പറയാം. അങ്ങനെ പിന്നൊന്ന് ആർഭാടായിക്കോട്ടെ വിചാരിച്ച് ഞാൻ കാൽമേലും ഇട്ടുകൊടുത്തു. ഇതാണ് എൻ്റെ മൈലാഞ്ചി. ഞാൻ അത് രാത്രി 12:30-1 മണിക്കാണ് ഇട്ടിടുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണത്. ഇതാണ് നമ്മളെ ഈദ് ഔട്ട്ഫിറ്റ് ആൻഡ് ഒരുങ്ങാനുള്ള സാധനങ്ങൾ. അങ്ങനെ ഞാൻ ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ സച്ചുനും കുട്ടിയാണ്ട് ഒരു വീടുണ്ട്, അവിടേക്ക് പോയി. ഫോട്ടോ എടുക്കാൻ നമ്മളെ കൂടെ റീലും ഫർവിയൊക്കെ ഉണ്ട്. ഇതാട്ടോ ക്യാമറ കണ്ട് ക്യൂട്ട്നെസ് വാരി എറിയണ റീലാണ്. എൻ്റെ അവിടെ റീലിൻ്റെ കസിൻ ഉണ്ട്, പക്ഷെ ഓൾക്ക് വീഡിയോയിൽ ഓള് കൂട്ടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഓളെ കാണിക്കണില്ല. പിന്നെ നമ്മളെ ഫർവി ഇതിങ്ങനെ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ ഇരിക്കണ്ടേനി. പിന്നെ ഇതാണ് ഓളെ അഞ്ചത്തി ജെന്നു. പിന്നെ ഞങ്ങൾ 3 ആൾ ഇപ്രാവശ്യം സ്വന്തമായിട്ടാണ് മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ആണ്ടും കൊണ്ടും കാണിച്ചു കൊടുക്കാൻ ഭയങ്കര മടി. കാരണം ഞങ്ങൾക്കറിയല്ലോ ഞങ്ങളെ സ്കിൽസ്. പിന്നെ എൻ്റെ റീലിൻ്റെ കഴിയുമ്പോൾ ഒരു അമ്പിളിമാമനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ വെറുതെ വീഡിയോ എടുത്തു. ഇതിൻ്റെ സച്ചുവിനെ വെറുപ്പിക്കണ ഫർവി എന്തൊക്കെയോ ആണ്ടും കൊണ്ടും പറയണതാണ്. ഞാൻ പിന്നെ എന്തായാലും ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ട് ഇതിലിട്ടതാണ് ഈ ക്ലിപ്പ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു, കുറേ ഫോട്ടോ എടുത്തു. അതിൽ നല്ലൊരു ഫോട്ടോ കിട്ടി എനിക്ക്. അതിൻ്റെ സമാധാനത്തിൽ ഞാൻ കുറേ സിംഗിൾ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ, അങ്ങനെ എല്ലാതും എടുത്ത് ലാസ്റ്റ് ഞങ്ങളെ കൂടെയുള്ള ചെക്കന്മാർക്കൊക്കെ മടുക്കൽ തുടങ്ങി. നമുക്ക് പിന്നെ എടുത്തിട്ട് പൂതി തീരണില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഓണത്തിന് കുപ്പിവള വാങ്ങിന്. അപ്പോൾ ഞാൻ അതും ഇട്ടീന്. അതിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ എടുക്കലിന് ശേഷം വീട്ടിൽ നിന്ന് വിളി വന്നപ്പോൾ ഞാനും സച്ചും വണ്ടി തിരിച്ചു വീട്ടിലേക്ക്. അതിൽ ഫർവി ഞങ്ങൾക്ക് മുട്ടായിയൊക്കെ കൊണ്ടുവന്നിനി. ലാസ്റ്റ് അത് തന്നു. റീലി മുട്ടായി കൊണ്ടുവന്നിനി കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരു പെരുന്നാൾ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പെരുന്നാൾ ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയി. വീട്ടിലെത്തിയതിൻ്റെ ശേഷം നമ്മൾ പായസം കുടിച്ചിട്ടില്ലേനി രാവിലെ. സോ ഞാൻ പായസം കുടിച്ചു. ആൻഡ് ഇതിൻ്റെ അസ്നാമാൻ്റെ കുപ്പിവളയാണ് കേട്ടോ. അത് ഇട്ടതിൻ്റെ ശേഷം പിന്നെ കൈമൊന്നും ഊരിയിട്ടില്ല. പിന്നെ നോമ്പിന് ഫുള്ള് ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ച് മടുത്തിട്ട് ആർക്കും മന്തിയും ബിരിയാണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സാദാ ചോറ്, ബീഫ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കും സച്ചുവിനും മന്തി വേണം. അതുകൊണ്ട് ഞങ്ങൾ മന്തിയാണ് കഴിച്ചത്. പിന്നെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഒരു മയക്കം നിർബന്ധമാണല്ലോ. അങ്ങനെ കുറച്ച് ഉറങ്ങിയൊക്കെ നീച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. അതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ കണ്ണ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ നടക്കും. അങ്ങനെ അവൻ്റെ കണ്ണൊക്കെ വീഡിയോ എടുത്തു കൊടുത്തു. പിന്നെ രാത്രിയായപ്പോൾ അസ്നാമാക്ക് മൈലാഞ്ചി ഇടണം. അവളും ആ വള ഊരി വെക്കാനുള്ള മനസ്സില്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം, അത് നിങ്ങളൊന്ന് കാണണം. കുപ്പിവള ലവർ എന്താ ചെയ്യുക. പിന്നെ എൻ്റെ ഉമ്മാക്ക് അധികം ഒന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഒപ്പിക്കൽ മൈലാഞ്ചി ഒക്കെ ഇട്ടെടുത്തു. പിന്നെ ഉമ്മമാൻ്റെ കൈമ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.